അറിയാത്ത ലക്ഷോപലക്ഷം ജനങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ശ്രീ സി പി ജോൺ ഒരു സെക്കൻഡ്. ക്യാഷ് ബേസ്ഡ് എക്കണോമിയാണ് നമ്മുടേത്. പക്ഷേ ബാങ്കുമായി നേരിട്ടിടപഴകാതെ തന്നെ ഈ സമ്പദ് വ്യവസ്ഥ വളരെ സജീവമായി സമാന്തരമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ അക്കൗണ്ടബിൾ ആകേണ്ടി വരുന്നൊരു ഘട്ടം വരുമ്പോൾ അവർക്ക് വിദഗ്ധമായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ ബുദ്ധിവൈഭവം കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ കഴിയുമെന്നാണോ? ഞാൻ ഡിസ്ക്ലോഷറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് 30,000 കോടി ഗവൺമെന്റിന് കിട്ടി എന്ന് പറഞ്ഞാൽ 50,000 കോടി മറ്റവർക്ക് കിട്ടി. ഇനി 30,000 ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അധികം ഉണ്ടാവാം. നമുക്ക് തർക്കിക്കേണ്ട. സ്റ്റാറ്റിസ്റ്റിക്സ് 30,000 29,000 സംതിങ് ആണ്. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സഹായത്തോടുകൂടെ പ്രവർത്തിക്കുന്ന കള്ളപ്പണം ഉണ്ടായിരുന്ന ആളുകളൊക്കെ വെളുപ്പിച്ചു കഴിഞ്ഞു. ഇനി കള്ളപ്പണക്കാർക്കും കള്ള നോട്ട് പോലുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടി ഒരു അവന്യൂ തുറന്നു കൊടുത്തിരിക്കുകയാണ്. 500 നോട്ട് 400 മേടിക്കാം. അത് പ്രധാനമാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ജോർജ് കുര്യൻ താങ്കളുടെ മറുപടി. അല്ല, ശ്രീ തോമസ് ഐസക് പറഞ്ഞ ഒന്ന് ഇൻക്ലൂസീവ് ബാങ്കിങ്. ഏതാണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നിടം വരെയും ഏതാണ്ട് 4 കോടി കുടുംബങ്ങൾക്ക് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 28 കോടി കുടുംബങ്ങൾക്ക് അക്കൗണ്ട് ആയിരിക്കുന്നു. ഏതാണ്ട് ഇന്ത്യയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അക്കൗണ്ട് ആയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ജൻധനിലൂടെയാണ്, അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് വേണു പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേറൊന്ന്, SITയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു. SIT രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് UPA 2ന്റെ കാലത്താണ്. അത് രൂപീകരിച്ചത് BJPയുടെ സർക്കാരിൻ്റെ കാലത്താണ്. സുപ്രീം കോടതിയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, അതിന് മേൽനോട്ടം കൊടുക്കുന്നത്. ഏതായാലും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെയാണ് ശ്രീ തോമസ് ഐസക് അറിഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. മറ്റൊന്ന്, പാർട്ടിസിപ്പേറ്ററി നോട്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നപ്പോൾ ഈ നമ്മുടെ തോമസ് ഐസക്കിൻ്റെ പാർട്ടി പിന്തുണയ്ക്കുന്ന അവസരത്തിലാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ലോകമാന്യം വന്നിട്ടില്ല. അന്ന് നടപ്പിലാക്കിയ അതിന് സപ്പോർട്ട് ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഇപ്പോൾ പാർട്ടിസിപ്പേറ്ററി നോട്ടിനെ പറ്റി ചോദിക്കുന്നത്. അന്ന് ജസ്വന്ത് സിൻഹ അത് പരസ്യമായിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ സമ്പദ്ഘടനയെ ബാധിക്കുന്നതാണ്. എന്തെങ്കിലും, അതായത് മാന്യം പോലെ എന്തെങ്കിലുമുള്ള സംഭവ കാലഘട്ടത്തിലാണെങ്കിൽ കുഴപ്പമില്ല. പാർട്ടിസിപ്പേറ്ററി നോട്ട് തുടങ്ങിയത് അങ്ങനെ അല്ലാത്ത കാലഘട്ടത്തിലാണ്. ശ്രീ തോമസ് ഐസക്കിനും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മറ്റൊന്ന്, 500 രൂപയുടെ നോട്ട് 400 രൂപയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്, ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളുമായിട്ട് ആൾക്കാർ വരും. അതായത് അവർ വാങ്ങിക്കുന്ന 500ൻ്റെ നോട്ട് അവർ ബാങ്കിൽ കൊടുത്ത് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സാധാരണക്കാർക്കും ബാങ്കിൽ കൊടുത്തിട്ട് ആ നോട്ട് മാറുവാൻ സാധിക്കും. പിന്നെ ഗ്രാമീണ എക്കോണമിയെ പറ്റി പറഞ്ഞതിനുള്ള മറുപടിയാണ് ജൻധൻ യോജന. എല്ലാവർക്കും ബാങ്കിങ് സംവിധാനമാക്കുകയും അവർ ഏതാണ്ട് 40,000 കോടി രൂപ ഈ സാധാരണക്കാർ, ഇപ്പോൾ ഈ CP ജോൺ പറഞ്ഞതുപോലെയുള്ള ആൾക്കാർ 40,000 കോടി രൂപ അവരുടെ നിക്ഷേപമായിട്ട് ജൻധൻ യോജനയിലൂടെ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബാങ്കിങ് സെൻസ് അവർക്കുണ്ടായിരിക്കുന്നു. ശ്രീ CP ജോൺ പറഞ്ഞത് പഴയ കാര്യമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനും ജൻധൻ യോജന തുടങ്ങുന്നതിനും മുമ്പുള്ള കാര്യമാണ്. അതിൽ നിന്നും സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാവപ്പെട്ടവൻ പഠിച്ചിരിക്കുന്നു. കാരണം 0 അക്കൗണ്ട് ബാലൻസിലൂടെ ആ അക്കൗണ്ട് തുടങ്ങിയതോടുകൂടി. ഇതെല്ലാം പറയുന്നത് മുട്ടിന്യായമാണ്. ഏതാനും ദിവസങ്ങൾക്കേക്ക് കുഴപ്പമുണ്ടാകും, ഞാൻ സമ്മതിക്കുന്നു. ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞല്ലോ, കർഷകർ മീൻപിടുത്തക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. മീൻ പിടിക്കുന്ന മീൻ കിടന്ന് ചീയുന്ന രീതിയിലുള്ള ബന്ദ് കേരളത്തിൽ നടക്കാറുണ്ട്. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും രാജ്യത്തിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്, അതിന് സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ VK വിജയകുമാർ, താങ്കളുടെ മറുപടി. ഹലോ, ഇത് ഈ ഡിസംബർ വരെയുള്ള സമയത്തിനെ കുറിച്ചിട്ട് വലിയൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ തീരെ സാമ്പത്തിക യുക്തിയില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. ഉദാഹരണത്തിന് ഒരാളുടെ അടുത്ത് 5 കോടി രൂപയുടെ കള്ളപ്പണം ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഡിസംബർ 30 വരെയല്ല, ഒരാഴ്ച സമയമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യുക? ഉടനെ പോയിട്ട് 5 കോടി രൂപയ്ക്കും സ്വർണം വാങ്ങും. ആ സ്വർണം വാങ്ങി ഭദ്രമായിട്ട് വയ്ക്കും. അപ്പോൾ ഈ ഡിസംബർ 30 എന്നുള്ളതല്ല, ഒരു 5 ദിവസം പോലും ഇതിന് സമയം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഡിഫീറ്റ് ദ പർപ്പസ്. അപ്പോൾ
കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ അത് തീരെ പരിപൂർണമായിട്ട് പരാജയപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയ പട്ടണങ്ങളിലൊക്കെ തന്നെ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനൊക്കെ തന്നെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് കള്ളപ്പണമാണ്. 16 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലത്തെ കറൻസി ഇൻ സർക്കുലേഷൻ. 16 ലക്ഷം. അതിൽ 87% 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടാണ്. എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 12 lakhs വരും. അതിൻ്റെ ഒരു 4 ലക്ഷം കോടി രൂപ ഈ ഒരു നടപടിയുടെ ഫലമായിട്ട് കംപ്ലീറ്റ്ലി ഡിമോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇക്കോണമിയിൽ നിന്ന് സർക്കുലേഷനിൽ നിന്ന് പോകും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കണക്കുകളൊക്കെ തന്നെ. CP ജോൺ പറഞ്ഞത് അതിനകത്ത് തീരെ ഒരു യുക്തിയില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ അത് സംഭവിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. 500 രൂപയ്ക്ക് നോട്ടിന് 400 രൂപ തരാം എന്ന് പറഞ്ഞിട്ടുള്ള കൺവേർഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു 10,000-ൽ 2-ഓ 3-ഓ മാത്രമേ നടക്കുള്ളൂ. വ്യാപകമായിട്ട് നടക്കില്ല. വലിയ പണമുള്ള ആൾക്കാർക്ക് അത് ബേനാമി ട്രാൻസാക്ഷൻസോട് മുഴുവൻ ചെയ്യാൻ പറ്റില്ല. ചെറുതായിട്ടുള്ളതിനെ മുഴുവനും നമ്മൾ ജനറലൈസ് ചെയ്ത് കണ്ടുകൂടാ. അതിനകത്ത് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ സഹായത്തോടെ കൂടെ ഇത് മുഴുവനും ബേനാമി ട്രാൻസാക്ഷൻസിലൂടെയൊക്കെ തന്നെ വൈറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നോട് ഇന്ന് വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്ത് 5 മണിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, തൃശ്ശൂരിലെ ആളാണ്. അദ്ദേഹം വിളിച്ച് പറഞ്ഞു, തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു ചെറുകിട പട്ടണത്തിൽ അദ്ദേഹത്തിൻ്റെ ക്ലയൻസിൽ കുറച്ച് പേര് വിളിച്ചപ്പോൾ അയാളെന്ന് പറഞ്ഞു, ഐ വാസ് മൈസെൽഫ് സർപ്രൈസ് എന്നാണ് പറഞ്ഞത്. 25 കോടി രൂപയുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ടെക്നിക്കൽ അഡ്വൈസ് വേണം എന്നാണ് പറയുന്നത്. 25 കോടി രൂപ എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ അടുത്തുള്ള ഒരു പട്ടണത്തിൻ്റെ കാര്യമെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും ഭീമമായിട്ടുള്ള തുകയാണ് ബ്ലാക്ക് മണി ആയിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ശതമാനം ഈ 500, 400 ആക്കലും 1000, 800 ആക്കലൊക്കെ നടന്നു വരാം. പക്ഷേ അതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ഡിഫീറ്റ് ദ പർപ്പസ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇത് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനേക്കാളും കൂടുതൽ ഇത് വലിയൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ മെസ്സേജിൻ്റെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. വരാനിരിക്കുന്ന ഒരുപാട് നടപടികളുണ്ട്. ഇത് തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് നടപടികൾ വരാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ലാൻഡ് ട്രാൻസാക്ഷനൊക്കെ തന്നെ ഒരു സെൻട്രൽ രജിസ്ട്രി ഒക്കെ തന്നെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ലാൻഡിലെ ബേനാമി ട്രാൻസാക്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടായി തീരും. ഭാവിയിൽ ഇന്ത്യയിൽ ബ്ലാക്ക് മണി ജനറേഷനും ബ്ലാക്ക് മണി ഇൻവെസ്റ്റ്മെൻറ്റും വളരെയധികം ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോണത്. അതിൽ ഇന്ത്യയിലെ സത്യസന്ധരായിട്ടുള്ള പൗരന്മാരെന്ന നിലയ്ക്ക് നമ്മൾ അതിനെ സ്വീകരിക്കണം. അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കണം. മാത്രമല്ല അതിൻ്റെ ഉണ്ടാകുന്ന ചില പ്രായോഗികമായിട്ടുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ സഹിക്കാനും തയ്യാറാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.